ഫിഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ഇവിടെ നടാൻ പോകുന്നത് ഞാൻ നടാനാണ് പോകുന്നത്. ഇന്ന് ഞാൻ ഒരു 4 ഇഞ്ചി വിത്ത്, ഇതാ ചെറിയ വിത്താണ് എടുക്കുന്നത്. കണ്ട ഇത്തിരിയുള്ള വിത്താണ് എടുക്കുന്നത്, കണ്ടില്ലേ? ഇതാണ് വിത്ത്, ഇത്തിരിയേ ഉള്ള വിത്ത്, ചെറിയ വിത്താണ് ഇടുന്നത്. ഇത് കണ്ട ഇതേപോലെ മുള വന്നിട്ടുണ്ട്, ഇതാണ്ട മുള വന്നിട്ടുണ്ട. ഇതാണ് വിത്ത്, ഇത്ര ചെറിയ വിത്താണ് നടുന്നത്. ഇതേ നടു ഇത്രയേ ഉള്ളൂ. കണ്ട ഒരു 2 നടാൻ നിൽക്കില്ല, കുറച്ച് വീതിയുള്ള വേഗമായതുകൊണ്ട് 2 നടാമെന്ന് വിചാരിക്കലാണ്. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് നടന്നു വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇത് പ്രോട്ടീൻ മിശ്രിതം, ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ്, കണ്ട ഇത് പിന്നെ കൂർക്കല, വാഴക്കൂർക്കലേൻ്റെ ഇല, കണ്ട ഉണങ്ങിയ കൂർക്കല ഇല, കണ്ട. പിന്നെ ഇത് ലേശം കുറച്ച് പിന്നെ വാഴക്കൂമ്പിൻ്റെ ഇത് കണ്ട, വാഴക്കൂമ്പിൻ്റെ ഇതെല്ലാം കൂടിയാണ് ഇപ്പം ഇത് കുറച്ച് പിന്നെ മുറ്റത്തെ വേസ്റ്റാണ്, വീട്ടുമുറ്റത്തുള്ള വേസ്റ്റാണ്. കണ്ട ഇത് കണ്ട കാട് കണ്ട, ഇതിൽ എന്തെല്ലാം ഉണ്ട്, ചേമ്പിൻ്റെ ഇതുണ്ട്, കണ്ട ഈ ചേമ്പിൻ്റെ കൈയുണ്ട്, ഇതുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ നട്ടു കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ ചേന ചെറുതാണ് നടുന്നു, ചെറുതേ ഉള്ളൂ, വിത്ത് ചെറുതാണ് എടുത്ത് വെച്ചിട്ടില്ല. ഈ ചേനയാണ് ഇപ്പം ഞാൻ നടാൻ പോകുന്നത്. ഇത്രയുള്ള ചേനയെ നടുന്നില്ല, നമുക്ക് കൂടുതൽ കിട്ടുമോ നോക്കാം. ചെറുങ്ങനെ നട്ടാലും വെലിങ്ങനെ കിട്ടുമോ നോക്കാനാണ്, മറ്റൊന്നല്ല. ഇപ്പോഴേ നല്ലോണം പണിയെടുത്ത് നല്ലോണം വളരും ചേർത്ത് കൊടുത്താലേ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പണിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്ത് ആദ്യം ചേന നടാം. ഇതിൽ കുറച്ച് കാട് വാരിയെടുത്തേ, ഈ കാട് വാരിയിട്ടെ ഇതിനകത്ത് ആ ചേമ്പിൻ്റെ 2 കയ്യിൽ അടിയിലുണ്ട്, ചേമ്പിൻ്റെ മുറിച്ചിറക്കിയെടുക്കും. അങ്ങനെ എല്ലാ വേസ്റ്റുകളും ഉണ്ട്, അതില്ലേ? ഇത് കണ്ടില്ല, ഇത് ഞാൻ ബാക്കിയിൽ ചാക്കിലിട്ട് വെച്ചതാണ്, അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഇത് നടിൻ്റെ നേരത്തിട്ട് ഇനി കൊടുത്തൊക്കെ വെച്ചാൽ ഏതായാലും അമിഞ്ഞോളും. നമ്മളിപ്പം ഇനി കുറഞ്ഞു പോയാലും അല്ല, ഇനിയിപ്പോൾ ചീഞ്ഞിട്ടില്ലെങ്കിലും അത് ചീഞ്ഞോളും. ചാക്കിലിട്ടിട്ട് അതിൻ്റെ മേലെ ഇതിടുമല്ലോ, ആ സമയത്ത് അത് നല്ല ശരിക്കും അമിഞ്ഞു നിന്നോളും. ഇതേപോലെ നട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് വാഴക്കൂർക്കലി എടുത്തിട്ട് വാഴേൻ്റെ കൂർക്കല ഈ കൂമ്പിൻ്റെതും ചീരാത്തിട്ടേക്കാം, ഇഞ്ചിയിൽ വേണ്ട, ചീരിടാം. ഈ കുറച്ച് വാഴക്കൂർക്കല, അതില്ലേ കൂർക്കല, ഇല്ലേ ഈ വാഴക്കൂർക്കല. അത് കഴിഞ്ഞ പാട് കുറച്ച് ഇത് കണ്ടില്ലേ, ഇതാണ് ഇതാണിത്. ഇതിൽ കുറച്ച് സീമക്കൊന്ന നല്ലോണം വരിയിടണം. സീമക്കൊന്ന വലിയ ചാക്കല്ലേ, അത് നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇതുണ്ടാവും. ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് കൊത്തിയതാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ലപോലെ അമർക്കട്ടെ, നല്ലപോലെ അമർത്തിട്ട് വേണം ഇതിനകത്ത് വേണം, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് അയച്ചു ഇല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇത് അത്രേ വേണ്ടു, ഇനി അത് മതി. ഇല്ല, ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പോട്ടി മിശ്രിതം, ഇത് പോട്ടി മിശ്രിതം കണ്ടില്ലേ, ചകരിച്ചോറും വളമെല്ലാം കൂടി ആക്കി വെച്ചതാണ്. അത് കുമ്മായിലിട്ട് വെക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലേ ആക്കി വെച്ചാൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പാടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോട്ടി മിക്സർ നിറച്ച് ഉണ്ടാക്കി വെക്കുന്നത്. കഴിയുമ്പോൾ ഞാൻ അവിടെ ആക്കിയിട്ട് അവിടെ കൂട്ടി വെച്ചാൽ ആവശ്യത്തിന് മാത്രം എടുക്കൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിനകത്ത് വാരി നിറച്ച് പിന്നെ ഇത് വയ്ക്കുക മാത്രം എടുത്താൽ പോരാ. ഇതിപ്പോൾ തൽക്കാലം നട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വളവും കോലും എല്ലാം കൊടുക്കണം, എന്നാലേ നമുക്ക് ഉഷാറായിട്ട് ഇട്ടിക്കെല്ലാം കഴിഞ്ഞതിനെക്കാട്ടി കിട്ടുമെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പണിയെടുക്കുന്നത്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ചേന ഇട്ടിരുന്നേ, ഈ ചേന വിത്ത്, ഇതാണ് ചേന വിത്ത്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുള വന്നിട്ടില്ല, വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ നട്ടു കൊടുക്കട്ടെ. ഇവിടെ നട്ടു കണ്ടല്ലോ. ഇപ്പോൾ ഈ ചാക്കിൽ നിറച്ചും ഭാര്യ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തോലുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ണം വെക്കാനും എല്ലാം നല്ല ഇഷ്ടംപോലെ സൗകര്യമുണ്ട്.
അതുകൊണ്ട് ഇതാണ് ഞാനിപ്പോൾ വെട്ട്. ഇനി വേണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആദ്യം എടുക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇഞ്ചി നടല, ഇഞ്ചി നട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് അടിയിൽ കാടായിടുന്നു. അടിയിൽ കുറച്ച് കാട്. ഇതെല്ലാം നല്ല വളമാണ്. ഇതെല്ലാം നമ്മളെ പറമ്പത്തുള്ള വളങ്ങൾ. ഇതാണ് വളം. നമ്മൾ പിന്നെ പറമ്പത്ത് കാട് ഏരിയയിൽ എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ഒരു പണിയെടുത്തിട്ടും പറമ്പത്തിന് എന്തിനാണ് നമുക്ക് നട്ടു കൊടുത്താൽ തന്നെ ചാടിക്കൊടുത്താൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നറിയോ. ആ പറമ്പത്തുള്ള കാടും അതിലുള്ള ചപ്പും ഇലയും എല്ലാം പിന്നെ അവിടെ തന്നെയല്ലേ വീണടിയുന്നു. അത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഉണങ്ങിയ മരത്തിൻ്റെ ഇലയായാലും പിന്നെ പുല്ലായാലും എല്ലാം നമ്മൾ അവിടെ തന്നെയല്ലേ വയറ്റിയിരുന്നു, വേറെ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറമ്പത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം അനുകൂലങ്ങൾക്ക് നല്ല വളപ്പറ്റി ഉണ്ടാവും. പറമ്പത്ത് ഈ മണ്ണ് ഒലിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ ഒലിച്ച് വരുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ പറമ്പത്തേക്ക് ഒലിച്ച് വരുന്ന മണ്ണിലേക്കൂടെ ഒലിച്ച് വരുന്നിട്ടുണ്ടെങ്കിൽ ആ വളവും കൂടി ആ പറമ്പത്തേക്കാണെങ്കിൽ ആ തട്ടിലേക്ക് ആക്കി വെച്ചാൽ ആ വളവും കൂടി നമുക്ക് കിട്ടും. പിന്നെ ഒഴുകിയിട്ട് പോകാൻ വിടാൻ പാടില്ല. ഒഴുകിയിട്ട് നമ്മൾ പറമ്പത്തുനിന്ന് പുറത്തേക്ക് പോകാൻ വിടാൻ പാടില്ല. പിന്നെ വെള്ളം പറമ്പത്ത് തന്നെ ആക്കണം. മുറ്റത്തുനിന്നെല്ലാം ഒഴുകിപ്പോകുന്ന വെള്ളമെല്ലാം നമ്മൾ പറമ്പത്ത് തന്നെ ആക്കിയാൽ ആ വളപ്പറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഇതിപ്പം കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വാഴക്കൂക്കല വാരിയിട്ടേ. വാഴക്കൂക്കല ഇതെല്ലാം നല്ലൊരു വളമാണ്. ഇതെല്ലാം നമുക്ക് നമ്മളെ പച്ചക്കറിക്ക് എല്ലാം നല്ലൊരു വളമാണ്. എല്ലാം നമുക്ക് പറമ്പത്തൊന്നും കളയാനില്ല, ഒരു സാധനവും കളയാനില്ല. പറമ്പത്തായാലും വീട്ടിലായാലും ഒരു സാധനവും നമുക്ക് കളയാനില്ല. എല്ലാം നമ്മളെ പിന്നെ നമ്മൾ അത് വേണ്ടും പോലെ നമ്മളതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലൊരു ഇതായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ലൊരു വിളവ് നമുക്ക് ലഭിക്കാനും പറ്റും. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. എടുത്ത് ചാടിക്കളഞ്ഞാലും അടുക്കള വേസ്റ്റായാലും എന്തെന്നായാലും. ഇനിയിപ്പോൾ ഞാനിപ്പം റിങ് കമ്പോസ്റ്റിൽ അടുക്കള വേസ്റ്റ് മുഴുവൻ കഞ്ഞിയായാലും വെള്ളമായാലും എല്ലാം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെക്കും. ആ പാത്രത്തിൽ നല്ല വെള്ളം, അതിൻ്റെ അകത്ത് അടിയിലുള്ള വെള്ളം അതിൻ്റെ അകത്ത് കൂടിക്കിട്ടും. അത് ഞാൻ ഇതിനെല്ലാം കൊണ്ട് ഒഴിക്കും. നമ്മളെ പച്ചക്കറിക്കെല്ലാം നല്ല വളമാണിത്. അതിൻ്റെ എല്ലാം ഒഴുകി കിട്ടുന്ന വളമല്ലേ, നല്ല വളം. കഞ്ഞി വെള്ളം അടക്കമുള്ള എല്ലാ വളവും ഉണ്ടാവും. ഞാൻ കഞ്ഞിവെള്ളം എല്ലാം അതിൽ ഒഴിക്കലുണ്ട്. ചോറായാലും കഞ്ഞിയായാലും കറീൻ്റെതായാലും എല്ലാം ഒഴിച്ചിട്ടാണ് ഞാൻ കൊടുക്കല്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്ര മതി. ഇനി ഒന്നും കൂടി ഉണ്ട്. ഞാൻ ഇത് രണ്ടെണ്ണമാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. ഇത് വലിയ ബാഗാണ്. അതുകൊണ്ട് ഇങ്ങനെ തിളക്കും ഒന്ന് വെക്കാം, ആ തിളക്കും ഒന്ന് വെക്കാം. അതിനാണ് ഞാനിപ്പോൾ ഇത് പോകുന്നത്. അധികം ആഴത്തിലൊന്നും വെക്കണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് മണ്ണെല്ലാം അതിൻ്റെ അകത്ത് എന്നും പൊട്ടിമിശ്രിതവും എല്ലാം നിറച്ച് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ അധികം താഴെ ഇറക്കി വെക്കണ്ട. ഇതിപ്പോൾ ഞാനൊന്നും കൂടി നട്ടില്ലേ വേണ്ട, കാരണം വെയിറ്റൊന്നുമില്ല. ഇങ്ങനെ ആയതുകൊണ്ട് വെച്ചാൽ നമുക്ക് വെയിറ്റില്ല, മണ്ണുമില്ല, ഒന്നുമില്ല. മണ്ണൊന്നും ഇല്ലാതുകൊണ്ട് ഏടി ഇതെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. മണ്ണ് ആക്കുന്നേ ഇല്ല, മണ്ണിൻ്റെ പരിപാടിയെ ഞാനില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഇതിൽ വാരി നടക്കട്ടെ. ഇനി ഞാനിപ്പോൾ പറിച്ചിട്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അടുപ്പിലെ കാടെല്ലാം പറിച്ചിട്ട് ഞാൻ തറച്ചിട്ട് അവിടെ കൂട്ടും. എന്നാൽ അത് അമിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വളമായിരിക്കും. അതെല്ലാം എടുത്തിട്ട് ഇനി വാരി നടാനാക്കും. രണ്ടാമത് വാരി ഇടാനുമ്പോഴേക്ക് ഞാൻ ഈ പച്ച ഇതെല്ലാം പറിച്ചിട്ട് അവിടെ പിന്നെ തറച്ച് കൂട്ടിയിട്ട് വാരി ഇടാനാക്കും. കുറച്ച് മേടിക്കൽ കുറച്ച് വളവും കൂടി അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് അവിടെ വെക്കും. എന്നാൽ നല്ലൊരു വളമായിട്ട് വരും. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ലാതെ നമുക്ക് നമ്മളെ പച്ചക്കറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതെല്ലാ സൂത്രങ്ങളും പണിയെടുക്കുന്നത്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത ഒരു പരിപാടിയാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ ആർക്കും അത് മനസ്സിലാകുന്നില്ല. ഇതാരും ശ്രദ്ധിക്കുന്നില്ല ഈ കാര്യങ്ങളൊന്നും. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അതാരും അറിയുന്നില്ല ഇതെന്താണെന്നുള്ളത്. കണ്ടില്ലേ, എന്താ ഇതിപ്പോൾ ഇതിനകത്ത് നിറച്ചു. ഇനിയിപ്പോൾ ഇത് ഈ വാഴത്തടി കൂടി ഇട്ട് വാഴ കുറുക്കലും കൂടി ഇട്ട് വാഴത്തടി അതിൻ്റെ അകത്ത് അട ഉണങ്ങണം. അതുകൊണ്ടാണ് വാഴത്തടിയിൽ വെക്കാതെ. ഇല്ലേ വാഴത്തടിയിൽ വെക്കൂ. വാഴത്തടി ഇഷ്ടംപോലെ കൊല കൊത്താനുണ്ട്. കൊല കൊത്തി കഴിഞ്ഞാൽ ആ വാഴത്തട കൊത്തിയിട്ട് ഞാൻ വെയിലത്തിടും. വെയിൽ വരണം.
എന്നാൽ മാത്രമേ നമുക്കതൊരു ഉപകാരം ഉണ്ടാവൂ. ഇനിയിപ്പം ഇതെല്ലാം കൂടി വാരിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് ഉണ്ടല്ലേ, ഇത് ആരെല്ലാം ചോദിച്ചു എന്നെ ഇഞ്ചി നടുന്നത് തേന നടുന്നതും കാണിച്ചു തരണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇഞ്ചി നടുന്നതും തേന നടുന്നതും കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നടാൻ കഴിയുക. എപ്പോൾ നട്ടാലും നമ്മൾ മുറ്റത്ത് നടുന്നതായതുകൊണ്ട് ഏത് സമയത്തും നടാം. പക്ഷേ കുടുംബത്തിലാണ് സാധാരണ തേന നടുക, ചേമ്പ് ഇടവത്തിലാണ് നടുക. പക്ഷേ ഇപ്പം അതൊന്നുമില്ല, ഇഞ്ചി അങ്ങനെ ഇടവത്തിലാണ് നടുക. പക്ഷേ ഞാനിപ്പം അതൊന്നും നോക്കുന്നില്ല, എല്ലാ സമയത്തും ഞാൻ നടുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് മുറ്റത്തു നിന്നല്ലേ വെള്ളം, എങ്ങനെയായാലും വെള്ളം അടിക്കണം. മറ്റേത് മഴയില്ലാതെ കൊണ്ടാണ് വേനൽക്കാലാകുമ്പോൾ നടാത്തത്, വേനൽക്കാലം നടാത്തതാരും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ന് വെച്ചാൽ വെള്ളം ഏതായാലും അടിക്കണമല്ലോ. ആ കൂട്ടത്തിൽ നമ്മൾ മുറ്റത്തായതുകൊണ്ട് എല്ലാം ഒരു ഭംഗിയായിട്ട് നടക്കും. കണ്ടില്ലേ, രണ്ട് ഇഞ്ചി നട്ടു. ചെറിയ കഷ്ണങ്ങളാണ് വെക്കുന്നത്. അതിങ്ങനെ മേലെ തന്നെ അധികം താഴ്ത്താടന്നെ വെക്കണം, അധികം താത്തണ്ട. ഇത് മേലോട്ട് വരും. ഇതിനിപ്പോൾ എന്ന് വെച്ചാൽ താണു പോവും. ഇതിൻ്റെ അകത്ത് ഇലയെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം അങ്ങ് താണു പോയിക്കോളും. ഇനിയിപ്പോൾ ഇതെടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കമൻറ്റുകളെല്ലാം പറഞ്ഞു തരണം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ടാക്കണം എന്ന് എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.